നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ അമിത് മിശ്രയെ ഓർമ്മ കാണും പലർക്കും. ഇന്ത്യൻ ജേഴ്സിയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സ്പിന്നർ, ഭാവി കുംബ്ലെയെന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട അമിത്തിന് പക്ഷേ വേണ്ട രീതിയിൽ അവസരങ്ങൾ നീലക്കുപ്പായത്തിൽ കിട്ടിയിട്ടില്ല എന്ന ക്രിക്കറ്റ് നിരീക്ഷകർ പോലും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ടീം ഇന്ത്യയുടെ മുൻ നായകരായ MS ധോണി, വിരാട് കോഹ്ലി എന്നിവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തുടർന്നടിച്ചിരിക്കുകയാണ് മുൻ ലെഗ് സ്പിന്നർ കൂടിയായ അമിത് മിശ്ര. ദേശീയ ടീമിൽ നിന്നും തന്നെ രണ്ടുപേരും ചേർന്ന് ഒതുക്കുകയായിരുന്നുവെന്നും ഇതിനായി പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നുവെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ശുഭാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ധോണിക്കും കോഹ്ലിക്കുമെതിരെ അദ്ദേഹം രംഗത്ത് വന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടും മതിയായ അവസരങ്ങൾ ലഭിക്കാതിരുന്നയാളാണ് മിശ്ര. ഇന്ത്യക്കായി 22 ടെസ്റ്റുകളും 36 ഏകദിനങ്ങളും 10 T20കളുമാണ് അദ്ദേഹം കളിച്ചത്. ഇവയിൽ നിന്നും 186 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2010 ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിൽ 7 വിക്കറ്റുകളും 50യും കുറിച്ചിട്ടും തനിക്ക് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന ധോണി അടുത്ത കളിയിൽ അവസരം നൽകിയില്ല എന്ന് മിശ്ര ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇഷ്ടപ്പെടുന്നയാളാവുക എന്നത് ടീം സെലക്ഷനിൽ വലിയ കാര്യമാണ്. മികച്ച ക്രിക്കറ്റ് കളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്ലേയിങ് 11 തീരുമാനിക്കുന്നത് എപ്പോഴും ക്യാപ്റ്റൻ കൂടിയാണ്. തനിക്ക് ധോണിയുമായി വളരെ നല്ല അടുപ്പമുണ്ടായിരുന്നു. തന്നെ എന്തുകൊണ്ടാണ് ടീമിലേക്ക് എടുക്കാത്തതെന്ന് 2 തവണ ധോണിയോട് ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ടീം കോമ്പിനേഷനിൽ നിങ്ങൾ ഫിറ്റാവില്ല എന്നും ധോണി തന്നെ അറിയിച്ചതായി മിശ്ര വ്യക്തമാക്കുകയായിരുന്നു. നിങ്ങൾക്ക് വിശ്രമം നൽകിയതാണെന്നാണ് ടീം മാനേജ്മെൻറ്റ് തന്നോട് ഇതിനുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയായി പറഞ്ഞത്. പക്ഷേ താൻ ഒരിക്കലും വിശ്രമം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മിശ്ര പറയുന്നുണ്ട്. താനപ്പോൾ 10 ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും കളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്തിന് വിശ്രമമോ ബ്രേക്കോ ആവശ്യപ്പെടണം എന്നും മിശ്ര ചോദിക്കുന്നുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ താൻ ധോണിയെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ കോച്ചിനോട് ഇക്കാര്യം ചോദിക്കുകയായിരുന്നു. ധോണിയോട് ഇതേക്കുറിച്ച് ചോദിക്കാനാണ് കോച്ചും പറഞ്ഞത്. പക്ഷെ താൻ അത്തരമൊരു പൊസിഷനിലല്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. കോച്ചിനോടും താൻ വീണ്ടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ വിശ്രമം നൽകിയിരിക്കുകയാണെന്നാണ് മറുപടി കിട്ടിയതെന്നും മിശ്ര വിശദമാക്കുകയായിരുന്നു. എങ്കിലും 2011 വരെ ഇടയ്ക്ക് ചില ടെസ്റ്റുകളിൽ അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചിരുന്നു. 2014 T20 ലോകകപ്പിൽ കളിക്കാനും അമിത് മിശ്രയ്ക്ക് അവസരം ലഭിച്ചു. പക്ഷേ ധോണി മാറി പിന്നീട് കോഹ്ലി നായകസ്ഥാനത്തേക്ക് വന്നപ്പോഴും അവഗണനകൾ മാത്രമായിരുന്നു അദ്ദേഹം നേരിട്ടത്. 2015-2016 കാലത്ത് മിശ്ര അവസാനമായി കളിച്ച 9 ടെസ്റ്റുകളും കോഹ്ലിയുടെ കീഴിലായിരുന്നു. പക്ഷേ അതിനുശേഷം താരം തഴയപ്പെടുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് മുൻപ് കാൽമുട്ടിന് പരിക്കേറ്റപ്പോഴായിരുന്നു കരിയറിൽ നിന്ന് തനിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടായത്. ഒരു മത്സരത്തിനിടെയായിരുന്നു ഇത് നടന്നത്. അതിനു മുൻപ് ന്യൂസിലൻഡുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ താൻ പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും ഒക്കെയായിരുന്നു. ഒരു കളിക്കിടെ പരിക്കേറ്റാൽ അതിൽ നിന്നും മുക്തനായാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് തനിയെ തന്നെ തിരികെ ടീമിലേക്ക് തിരിച്ചെത്തും എന്നതാണ് ആ കാലത്തെ നിയമം. വൃദ്ധിമാൻ സാഹ, അനിൽ കുംബ്ലെ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ കാര്യത്തിലെല്ലാം അത് സംഭവിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ തൻ്റെ കാര്യത്തിൽ മാത്രം ഇതുണ്ടായിരുന്നില്ല എന്നും മിശ്ര പറയുന്നുണ്ട്. IPLൽ RCBയുമായുള്ള മാച്ചിനിടെ ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലിയോട് താൻ ഇതേക്കുറിച്ച് ചോദിച്ച ശേഷം ഇതേക്കുറിച്ച് പിന്നെ മറുപടി നൽകാമെന്നായിരുന്നു വിരാട് പ്രതികരിച്ചത്. 2016 ശ്രീലങ്കയുമായുള്ള പരമ്പരയിൽ താൻ തിരിച്ചുവരവ് നടത്തിയത് വിരാടിന് കീഴിലാണ്. നല്ല പ്രകടനവും കാഴ്ചവെച്ചു. അതിനുശേഷം വീണ്ടും പരിക്കേൽക്കുകയും പുറത്താവുകയും ചെയ്തു. പക്ഷേ തിരിച്ചുവരവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിരാട് കൃത്യമായ ഒരു മറുപടി തനിക്ക് തന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കലും ഇന്ത്യക്കായി കളിക്കാൻ സാധിച്ചില്ല എന്നാണ് മിശ്ര പറയുന്നത്.